നെക്കി എടുക്കണം. ഭയങ്കര ശാന്തതയില്ലേ മൊത്തം ശാന്തമായിട്ടിരിക്കണേ. മൊത്തം നമ്മൾ ശാന്ത വൈബ് മച്ചാൻ പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ കരിമീൻ ഇഷ്ടംപോലെ പിടിച്ചുകൊണ്ട് പോയില്ലേ. മൊത്തം 11 കിലോ കരിമീൻ ഉണ്ടായിരുന്നേ. ഇഷ്ടംപോലെ കാശ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ ട്രോളിംഗ് നിരോധനമാണ്, മീൻ കൊടുക്കത്ത വിലയാണെന്നൊക്കെ പറഞ്ഞ് മനക്കോട്ടയൊക്കെ കെട്ടി നമ്മൾ കൊണ്ടേ മാർക്കറ്റിൽ കൊണ്ടേ കൊടുക്കാൻ പോയില്ലേ. നമ്മുടെ കോട്ട മൊത്തം പൊളിഞ്ഞു പോയി. കോട്ടയും മനക്കോട്ടയും പൊളിഞ്ഞ് എല്ലാം പൊളിഞ്ഞ് സംഭവം 11 കിലോ കരിമീൻ ഉണ്ടായിരുന്നു. കിട്ടിയ എത്രയെന്നറിയാവാ? 4100 രൂപ. 400 രൂപ പോലും മീനില്ല ശരിക്കും. അപ്പം കരിമീൻ നമ്മുടെ ഇവിടെ തൂക്കിക്കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 500 രൂപ എന്തായാലും കിട്ടും. 500-600 രൂപ കിട്ടണതാണ്. 10,000-2000 രൂപ നഷ്ടം. നല്ല വില കിട്ടുമെന്നും പറഞ്ഞിട്ട് കൊണ്ടേ കൊടുത്താണ്. നമ്മളവിടെ ചെന്നപ്പോൾ മറ്റേ കരിമീൻ വേണ്ട, കരിമീൻ വിലയില്ല, പൂളാനാണ് ഭയങ്കര വിലയെന്ന്. പൂളാൻ പിടിച്ചിട്ട് വരാൻ. അങ്ങനെ ഇന്ന് അത് കേട്ടപ്പോൾ റോഷൻ പറഞ്ഞ് പൂളാൻ ഞാൻ പിടിച്ചു തരാമെന്നും പറഞ്ഞ് ഇന്ന് പൂളാൻ പിടിക്കാൻ ഇറങ്ങിയേക്കണേണ്. അപ്പോൾ വേലിയേറ്റം ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ പൂളാൻ കിട്ടുമെന്നാണ് പറയണത്. ഇനിയിപ്പോൾ പൂളാൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ കരിമീൻ എന്തായാലും ഈ സമയത്ത് ഇനി പിടിച്ചു കൊടുക്കണില്ല. അത്രയും വില കുറച്ച് കൊടുത്താലേ നമുക്ക് ഭയങ്കര നഷ്ടമായിപ്പോൾ. കാരിച്ചെമ്മീനെ ഞങ്ങൾ എന്താ ചെയ്യാൻ പറയാം. കാരിച്ചെമ്മീനെ വെച്ചിട്ട് ഞങ്ങൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോണേ. കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ കാരിച്ചെമ്മീൻ നമ്മുടെ ഈ കൂട്ടിലെ കോഴിയാണല്ലേ. വല്ലതും പറ. ആകപ്പാടെ 4-3-7 ചെമ്മീൻ കിട്ടി. അപ്പത്തിന് കൂട്ടിലെ കോഴിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതല്ല, ഇത് സോഫ്റ്റ് ചെമ്മീനാണ്. കണ്ട പഞ്ഞി ചെമ്മീനാണ്. അപ്പം ഞാൻ പഞ്ഞിച്ചെമ്മീനെ കുറച്ച് തിരിഞ്ഞ് മാറ്റി വെച്ചേക്കണായിരുന്നു. ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട വില കിട്ടിയേനെ. പിന്നെ എനിക്ക് മാർക്കറ്റിൽ പോകാൻ അരിശു പോയിപ്പോൾ വില കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ. പിന്നെ വെറുത്ത് ഞാൻ പോയി. അയ്യോ അതിനിടക്ക് വെയിൽ. സോഫ്റ്റ് ചെമ്മീൻ ഉണ്ടല്ലോ, നമുക്ക് എക്സ്പോർട്ടിങ്ങിന് എടുക്കില്ല. അപ്പോൾ ഒന്നീ കറി വെക്കാൻ എടുക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വിലയൊക്കെ കിട്ടും. എന്നാലും പോട്ടെ, മാർക്കറ്റിലേക്ക് ഇല്ല. അതെ, ആ ക്ഷീണം തീരട്ടെ. ഇനി പിന്നെ ടൈഗർ പ്രോണിൻ്റെ ഒരു പ്രത്യേകത നോക്കിയേ, നമ്മൾ കൊണ്ടുവരുമ്പോൾ 4 പോലെ ഉണ്ടാവുള്ളൂ. പിന്നെ അവനൊരു വളർച്ച അങ്ങോട്ട് വളരും. അല്ല വളരട്ടാ. കരിമീനെ പിടിച്ചിട്ട് എന്താ കാര്യം? പൂളാനും ഉന്നം വെക്കണം. പക്ഷേ എന്തെങ്കിലും അടിക്കാന്ന് അറിയാൻ പറ്റില്ല. ഏറ്റവും ആഴ്ചക്ക് പോകാന്ന് തന്നെ ഇവിടെ പൂളാമ്പാ. ഇനി നമ്മൾ ഉപ്പാണ് ഇടാൻ പോണ കേട്ടോ. ഇപ്പം കണ്ടില്ലേ എങ്ങനെ സ്പ്രെഡ് ആവണേന്ന്. കുറച്ച് ഗരം മസാല, വെറൈറ്റി സാധനം ഒഴിക്കുന്ന ആണെന്ന് ഉണ്ടാക്കണം. തേജിനെ വിളിക്കാൻ നോക്ക്. അല്ല, മീൻ പിടിക്കുന്നവർക്ക് മാത്രമേ ഇന്ന് സാധനമുള്ളൂ, നിനക്കില്ല. നീ ഒരു മീൻ പിടിച്ചാൽ മാത്രം പോരാ, മീൻ പിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ സാധനം തരുള്ളൂ. ഞാൻ പിടിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മീൻ പിടിക്കുന്നവർക്ക് മാത്രമേ ഇന്ന് സാധനം തിന്നാനുള്ളൂ. ഇനി കുരുമുളക് പൊടി. സംഭവം നല്ല രസമല്ലേ കാണാനായിട്ട്? പൂപ്പാടനെ പിടിച്ചാൽ ഈ കഷ്ടപ്പാടൊന്നും ഇല്ലായിരുന്നു. മതി. റോളാക്കും അല്ലേ? ശരിക്കും ഒരു എന്തിനകത്ത് വെച്ചാൽ മതിയായിരുന്നു. ഇലയിൽ വെച്ചെങ്കിൽ ചുരുട്ടി എടുത്താൽ മതിയായിരുന്നു. എന്താ ഒരു തേപ്പം നോക്കി. അതെ, ഇനി ചുരുട്ടി എങ്ങനെ ഇട്ടാലും തിന്നല്ലേ എണ്ണയിൽ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ട. ശരിക്കും ചെമ്മീനൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ഇത് കാര്യം. അപ്പോൾ എല്ലാ സ്ഥലത്തും മസാലയൊക്കെ കയറുമല്ലോ, അല്ലെങ്കിൽ ചെമ്മീൻ്റെ പുറത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ മസാല. ഈ മസാല പിടിച്ച് കൊത്തിയരിഞ്ഞ് വന്നപ്പോൾ എൻ്റെ മസിൽ മൊത്തം പിടിച്ച് മസിലൊക്കെ പോയി. കൈവേദനയുടെ ഭയങ്കര കൈവേദന. ടെന്നീസിൽ പോയ നല്ല അടിച്ച് 45 കയറ്റിയൊന്നുമില്ല. വെറുതെ എന്താണ് സംഭവിച്ചല്ലാണ്ട് എൻ്റെ സംഭവിക്കാന്നൊന്നുമില്ല. എൻ്റെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റില്ല. ഫോം വായിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ പിടിച്ചാൽ കിട്ടിയില്ല.
വലി 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 അയ്യോ ഇവന് വലിക്കാനൊന്നും നല്ല കൊത്താ പൂളാനാണത്. എനിക്കില്ല. തന്റെ പരിപാടി മൊത്തം തീർന്നു. ഞാൻ ഇട്ട് തരട്ടെ, ഇത് അവന്റെ പവർ എനിക്കറിയാൻ പറയാ. പിന്നെ പവർ ഞാൻ പറഞ്ഞത് പൂളാന്റെ നഷ്ടമാണ്. എന്തിടാ ചെമ്മീൻ അവിടെ ഇരിക്കണം. അതിൽ ആ കവറില് ബോക്സ് ഇല്ലേ, അതിലൊരു കുഞ്ഞു ചെമ്മീൻ നോക്കി എടുത്തണം കേട്ടോ. തൊല്ലി പിടിച്ചെടുക്കണേ. ഓ ഇത് പെട്ടെന്ന് കരിഞ്ഞ് മൂന്നിൽ പോകണം കേട്ടോ. ദർശനം കാട്ടി തീ കുറച്ച് എന്താ മറച്ചിട്ടേക്കാം. പരിപ്പുള ആ സാധനം കൂടെ അടുപ്പിക്കരുത്. അവല്ലെങ്കിൽ അതുകൊണ്ടല്ല അവൻ ഇത് തീർക്കും മിക്കവാറും. കാണാൻ തന്നെ നല്ല രസമുണ്ട്. ടേസ്റ്റ് നോക്കി തീർത്തിടാൻ വേണമെങ്കിൽ അല്ല കൈ നനച്ചിട്ട് പിടിക്കണം. ഞാൻ ഇപ്പൊ പറഞ്ഞു പറഞ്ഞിട്ട് വേണമല്ല. ഇപ്പൊ ഇടുമ്പോ പൊട്ടും കേട്ടോ. കണ്ടോട്ടോ കണ്ടോ എന്ത് പൊട്ടി? ആ വെള്ളം ഉള്ളതുകൊണ്ട്. ആ വെള്ളം ഇച്ചിരി പൊട്ട് പിന്നെ ചെമ്മീനകത്ത് വെള്ളമില്ല. ചായക്കടയിലാണ് ഒരു ഇതുണ്ടല്ലോ. അതെ ഇതിപ്പോ ചിന്ന വൈബായിരിക്കുമല്ലേ ഇവിടെ ഈ വടയൊക്കെ വെച്ചിട്ട്. ഒരു തട്ടുകട. സേവിച്ചേട്ടനെ തോപ്പിക്കണം എനിക്ക്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഉണ്ടായിട്ട്. എടാ നിനക്ക് തുളവട വേടാ? അതല്ല, സേവിച്ചേട്ടനെ തോപ്പിക്കാൻ വേണ്ടിട്ടാ. ഈ എണ്ണ തെറിച്ച് കത്തിക്കണല്ലോ. അതിന്റെ അങ്ങനെ ഇട്ടപ്പിന് തെറിക്കരുത്. മറ്റേത് മറിച്ചത് ഇതിൽ എന്ത് കാണില്ലേ? ഇല്ലല്ലേ, ഇത് മറിക്കണതാണ് പാട്. നമുക്കൊരു മറ്റേ സാധനം മേടിക്കണം കേട്ടാ. ഈ ഇങ്ങനെ മനസ്സിലായിട്ട് ഇപ്പൊ അടിപൊളിയല്ലേ ചേട്ടത്. ഇത് എന്ത് സാധനം? ഇതാറ് ആവണമല്ല, മൊത്തം ചെമ്മീന. ഒരു ശരിക്കും കടപ്പത്തിന് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ കാണിക്കുന്നത്. ചെമ്മീൻ മാത്രമല്ലേ ഇത്. എക്സ്പെൻസീവ് എന്തെങ്കിലും കേട്ടാ, പോയിട്ട് സാധനം പിടിച്ചോ. അല്ലെങ്കിൽ ഇപ്പോഴും നിനക്ക് എക്സ്പെൻസീവ്. ഞാൻ പിടിക്കാനുള്ള പിടിച്ചു, എനിക്ക് ഒരെണ്ണം ഇല്ല അവകാശം. എൻ്റെ നേട്ടാൻ്റെ ഈ സാധനം വീണത് ഞാൻ അങ്ങോട്ട് ഇടാം. ഇത് നല്ല സ്മെല്ലടാ ചെമ്മീൻ. ചെമ്മീൻ വെറുതെ വർക്കലല്ല, നല്ല കിടിലം മണം വന്നത്. പൂളം തന്നെയാണ്. അതന്നെ കാത്ത് കാത്തിരുന്ന് ഒരുത്തനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവനെ പിടിച്ചാലേ ഇനി നമുക്ക് രക്ഷയുള്ളു. നല്ല വലിപ്പമുണ്ട് നോക്കി. ഇവന് നല്ല വിലയാണ് മാർക്കറ്റിൽ. ആന്നേ നമ്മൾ കരിമീനെ പിടിച്ചോണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞ പൂളാൻ പിടിച്ചിട്ട് വരാം. ഒരു കഷ്ടമാണ് ആലോചിക്കണേ. പൂളാൻ മതിന്നില്ല. ഞാനിക്കിടന്ന് പിടിച്ച് ഉരുളം പോലും കൊത്തുള്ളൂ. ഞാനത് 9 എണ്ണം പിടിച്ചു. ഒരു പൂളാനെ പിടിച്ചിട്ടാണ് ഈ തള്ളല്ലേ. നഷ്ടപരിഹാരം നിന്റെ ഇത് മേടിക്കോട്ടെ. ഞാൻ തിരിച്ചിടൂല. മാലാവാജ കമ്മീഷൻ ഞാൻ തിരിച്ചിടാൻ പിന്നെ റിലീസ് ആയിട്ടെ അതിനെ വീട് പിന്നെ അതിനെ പിടിച്ചിട്ട് ഞാൻ പിടിക്കണ്ടല്ലോ. ഇങ്ങനെ വന്നപ്പോ ട്രൈ ചെയ്യണല്ലോ. പ്രൊഫഷണൽ ചൂണ്ടക്കാരനല്ലേ. ഇത്രയും നേരമായിട്ട് ആകപ്പാട് ഒരു പൂളാനെ കിട്ടിയേക്കണം. ഇപ്പൊ വടയുടെ കാശ് വരെ നഷ്ടമാണ്. എല്ലാം നടക്കുവാ. മീൻ പിടുത്തം നടന്നില്ലെങ്കിലും ഉണ്ടല്ലോ കൃത്യസമയത്ത് ചുടിതാ എന്തായാലും ചുടി ടേസ്റ്റ് കുറഞ്ഞു പോയതാണ്. അവനോട് വരണം. റോഷൻ അലർജി ഉണ്ടോ ചെമ്മീൻ? ഇല്ല, അലർജി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം വേറെ പരിപാടിയൊന്നും ഇല്ല. ഇനിയിപ്പം വീട്ടിൽ ചെന്ന ചായ ഒന്നും കിട്ടിയൊന്നുമില്ല. 4 പേരല്ലേ അമ്മയുള്ള? 1 2 4 6 4 7 വടയുണ്ട്. 7 വടയുള്ള അല്ല, അത് 2 എണ്ണം എനിക്കുള്ളതാണ്. അതായിട്ട് ഒന്നും പിടിക്കണ്ട. 7 വട 4 പേരും അല്ലേ? എനിക്ക് പറഞ്ഞ ഉള്ളെങ്കിൽ എനിക്ക് മുഴുത്ത വേണം. ആ അതാലോചിക്കാം.
എന്റെ പൊന്നെ ഇവ മീൻ പിടിച്ച മീൻ എന്ത് കരിമീൻ വേണ്ടേ ഇപ്പൊ കരിമീൻ ഇന്നലെ കൊണ്ടേ കൊടുത്ത കാര്യം പറഞ്ഞത് 4100 രൂപയാണ് കിട്ടി കൊണ്ടേ കൊടുത്തിട്ട് നീ സാഞ്ചിന്റെ കരിമീൻ പിടിച്ചാ എന്ത് മീൻ പിടിച്ചാലും ഇതിൽ കൂടാനൊന്നും പോണില്ലേ എന്ത് മീൻ പിടിച്ചാലും വടയിൽ എണ്ണൊന്നും കൂടാൻ പോണില്ല ഒരു വട അവൻ എടുത്തിട്ടുണ്ട് ഓൾറെഡി അതെ ഒരു പിന്നെ ഞങ്ങളെടുത്ത എന്തെന്നാ ഒരുത്തൻ പിടിക്കണ കരിമീൻ്റെ സൈസ് നോക്കി നേഴ്സറി അതിന് മുമ്പേ കളഞ്ഞ് വീഡിയോയിൽ കാണുന്ന പിന്നെ അല്ല പിന്നെ നീ ചെറുതിനെ വളർത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ അല്ല ഞാൻ ചെറുതിനെല്ലാം പിടിച്ച് തൊടിക്കളയാ നിക്ക് ചെമ്മീൻ എടുത്ത കയ്യില് അത് ഞാൻ കരിമീനെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഇവന് കരിമീൻ കുറച്ച് കാണാനുണ്ട് അതല്ലടാ ഇതിനെടുത്ത് വന്നറിയാവാ ഒറ്റ കൂട്ടോട്ടിട്ടാ മതി കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കൂടെ കൊണ്ടുപോയിട്ടതാണ് ഒറ്റ കൂട്ടിട്ടാ മതി എടുത്തോ മഞ്ഞക്കരിമീൻ മഞ്ഞക്കളരിമീനാ മഞ്ഞക്കരിമീൻ തടക്കരിമീൻ എന്ന് പറയും തടയൊന്ന് ഇത് മുട്ടയിടായിരിക്കണ കരിമീന അതിനെ വിട്ടോ വിട്ടോ ബ്ലാണ് കറുപ്പളറ മുട്ടയിടായിരിക്കണം വിട്ടോ അത് ഇത് കണ്ട ഈ കരിമീനെ നമ്മൾ എടുക്കാൻ പോയതാണ് കാണിച്ചു കൊടുത്തേ കണ്ടോ അതിന്റെ അടിവശം ബ്ലാക്ക് ഷെയ്ഡ് നിൽക്കുന്നുണ്ട് ഇത് തടക്കരിമീൻ തടത്തിന് തട മാത്രമല്ല ഇത് കണ്ട ഈ ബ്ലാക്ക് ഷെയ്ഡ് കണ്ട ഇത് മുട്ടയുടെ സമയമാണ് പെണ്ണാണല്ലേ നമ്മുടെ സ്വന്തം ചെമ്മീൻ കേട്ടാകുമ്പോ നമ്മൾ ഇതൊക്കെ നോക്കും എല്ലാ സാധനം നോക്കും പുറത്താണെങ്കിൽ അവനെ ഊപ്പറ കരിമീനെ പിടിക്കൂ ബാലാവകാശ കമ്മീഷൻ വന്ന കേസ് എടുക്കേണ്ടി വരും സാധനം കിടന്നു അത് വലിപ്പമുണ്ടല്ലേ കൊടുക്കാൻ പറ്റിയ കരിമീൻ അത് കുഴപ്പമില്ലാത്ത കരിമീനാണ് കൊടുക്കാൻ പറ്റിയ കരിമീനല്ല എന്നാലും നമ്മുടെ കരിമീൻ വില കിട്ടണം പക്ഷെ പിടിക്കാൻ വന്ന സാധനം ഒന്നിനെയും കിട്ടിയില്ല ഒരെണ്ണത്തിനെ കിട്ടിയുള്ളൂ ഒരെണ്ണത്തിനെ കിട്ടി എൻ്റെ കൈ മൊത്തം മുള്ളി കയറിയിട്ടുണ്ട് എല്ലാ സീനായിരിക്കും എടാ ഒരു കാര്യം വന്നോട്ടാ അത് കണ്ടെങ്കിൽ ആ വലുതില്ല ഏറ്റവും വലുത് അത് റോഷനാട്ടാ അടുത്തത് കേട്ടോ കാരണം എനിക്ക് അവിടെ ഒരെണ്ണേ ഉള്ളൂ ബാക്കി നമുക്കില്ല കറക്റ്റായിട്ട് 3 2 വെച്ചുണ്ട് 6 ഉണ്ടല്ലോ അയ്യോ 4 പേർക്ക് ഇല്ലേ കറക്റ്റായിട്ട് അല്ല എനിക്ക് മതി എനിക്ക് കുറച്ച് മതി ഓ കഴിച്ചില്ല വലുത് കഴിച്ചാലേ ടേസ്റ്റ് ഉള്ളൂ ഈ നാക്കിട്ടടിക്കാൻ ഇങ്ങനെയൊക്കെ എൻ്റെ പേര് ആളെന്ന് കേട്ടോ ഞാൻ കരിമീനെ പിടിച്ചിട്ടുണ്ട് എന്ത് കരിമീനാ അത് അതിന് കരിമീനായിട്ട് കൂട്ടുമോ 2 പിടിച്ചു ചെറുതിന് വിട്ട് കറുത്തളത്തിരിക്കണെന്താണ് അപ്പം ഉണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ട് റോഷൻ്റെ സാധനം കൂടി ഗംഭീരമായിട്ടുള്ള പൂളാൻ പിടുത്തോട്ടാ ഞാൻ പിടിക്കില്ല ഒരെണ്ണം ഞാൻ പിടിച്ചിട്ടുണ്ട്